Hi, good morning. Welcome back to Easy Crack UGCNET Computer Science Malayalam Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ഗ്രാഫ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഗ്രാഫ് എന്താണ്, അതിൻ്റെ ടെർമിനോളജീസ് എന്തൊക്കെയാണ്, പിന്നെ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ, graph traversal, BFS and DFS and graph, different types of graph. ഇതൊക്കെയാണ് ഈ ഗ്രാഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കവർ ചെയ്യാം. ഓക്കെ അപ്പം എന്താണ് ഗ്രാഫ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീനിയർ ഡേറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറും അല്ലേ. അപ്പം അതിലെ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് നമ്മുടെ ഗ്രാഫും ട്രീയും എന്നൊക്കെ പറയുന്നത് അല്ലേ. ഗ്രാഫ് ആൻഡ് ട്രീ ഓൾറെഡി നമ്മൾ കണ്ടു, BST ബൈനറി സെർച്ച് ട്രീ വരെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ലീനിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റ സ്ട്രക്ചർ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രീയിലെ കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഗ്രാഫാണ്. സോ എന്താണ് ഗ്രാഫ്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പോയിന്റ് കിട്ടി. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് അത്രയും എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കൂടെ നമുക്ക് എന്തൊരു ഗ്രാഫും കൂടെ വരും. അപ്പോൾ എന്താണ് ഓപ്ഷൻസ്? ഇതിലേതാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ അല്ലാത്തത്? അപ്പോൾ ഗ്രാഫ്. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുന്നത് G=V × E എന്ന് പറഞ്ഞിട്ടാണ്. G(VE) ആണ് നമ്മൾ ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക കളക്ഷൻ ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ് ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടീസസ് ആണ്, ആൻഡ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസ് ആണ്. ഓക്കെ, നമ്മൾ നോഡ്സ് എന്ന് പറയാറ്, നമ്മൾ ട്രീയിൽ പഠിക്കുമ്പോൾ എന്തായിരുന്നു? ഓരോ നോഡായിരുന്നു അല്ലേ. നോഡിനെ നമ്മൾ ലിങ്ക് വെച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ വരികയായിരുന്നു ട്രീയിലുണ്ടായിരുന്നത്. ട്രീ എന്ന് പറയുന്നത് എന്താണ്? നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ തന്നെയായിരുന്നു. പക്ഷേ എന്താണ് ഗ്രാഫ് എന്ന് പറയുമ്പം നോൺ ലീനിയർ ഡേറ്റ ട്രീ വിത്ത് എന്തായിരിക്കും? സൈക്കിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഇതും നമ്മൾ എന്താണ് എല്ലാ നോട്ട്സും കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിളാണ് എന്ത്? ഗ്രാഫ് വിത്തൗട്ട് സൈക്കിളാണ് നമ്മൾ ട്രീ എന്ന് പറയുക. ട്രീ വിത്ത് സൈക്കിളാണ് എന്ത്? ഗ്രാഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് അല്ലേ, ആണ് നമുക്ക് എന്ത് പറയുക? ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓപ്ഷൻസിൽ വന്നിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്രാഫിനെ എന്താണ്? കളക്ഷൻ ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ് എന്നായിട്ട് പറയാം. അപ്പം നമുക്ക് വേർട്ടീസസ് എന്താണ്? V1 എന്ന് പറഞ്ഞൊരു വേർട്ടീസസ് ആൻഡ് V2 എന്ന് പറഞ്ഞ അനദർ വേർട്ടീസസ്. ദേ ആർ കണക്റ്റഡ് ബൈ എന്താണ്? ഒരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റഡ് എഡ്ജ് ആവാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക? അൺഡയറക്റ്റഡ് എഡ്ജ് ആവാം, ജസ്റ്റ് ഒരു കണക്ഷൻ അങ്ങനെ ആവാം. ഓക്കെ, സോ ഇവിടെ വേർട്ടീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വേർട്ടീസസ് ഇസ് എ സെറ്റ് ഓഫ് എന്തൊക്കെയാണ്? V1, V2 ആണ് വേർട്ടീസസ്. ആൻഡ് എഡ്ജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ എഡ്ജ് ഇവിടെ ഉള്ളൂ, E1 എന്ന് പറഞ്ഞ എഡ്ജാണ്. ഓക്കെ, സോ നമുക്ക് ഗ്രാഫിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? G(VE) എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഗ്രാഫാണ്. അത് നമ്മൾ നൾ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. നൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോ എഡ്ജസ് ആണ് അല്ലേ. നോ എഡ്ജസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞു? നൾ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേർട്ടീസസ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്തുണ്ടാവില്ല? എഡ്ജസ് കണക്ട് ചെയ്യാൻ വേണ്ടി എഡ്ജസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെന്ത് പറയും? നൾ ഗ്രാഫ് എന്ന് പറയും. ഇനി ഇതിൽ തന്നെ ട്രിവിയൽ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ട്രിവിയൽ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എന്തുള്ളതാ? വേർട്ടീസസ് ഉള്ളതിനെയാണ് നമ്മൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ വേർട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനെയാണ് നമ്മൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡയറക്റ്റഡ് ഗ്രാഫ് ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. നമ്മൾ ഓൾറെഡി കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫും അൺഡയറക്റ്റഡ് ഗ്രാഫും നമുക്ക്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഡ്ജിന് നമുക്ക് എന്താ ഒരു ഡിറക്ഷൻ പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഇപ്പോൾ V1 നിന്ന് V2ലേക്ക് ഒരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ അല്ലേ, ആൻഡ് ഇവിടെ ഒരു V3 ഉണ്ടെങ്കിൽ V3, ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അതെന്താണ് ഡയറക്റ്റഡ് ഗ്രാഫാണ്. സോ ഈ എഡ്ജസ് എന്തല്ല നമ്മളൊരു ഡയറക്ഷൻ കാണിക്കുന്നില്ല എങ്കിൽ അതെന്താണ് കണക്റ്റഡ് ഗ്രാഫാണ്, പക്ഷെ എന്തല്ല ഡയറക്റ്റഡ് അല്ല. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കൂ എന്താണ് കണക്റ്റഡ് ഗ്രാഫ്, എന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് അല്ലേ. ഇപ്പോൾ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു നോഡ് എടുക്കുകയാണെങ്കിൽ ഏതൊരു വേർട്ടീസ് എടുക്കുകയാണെങ്കിലും അതെന്തായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രാഫ് എടുത്തു. ഇതൊരു ഗ്രാഫാണ്. ഇതിലേത് വേർട്ടീസ് തമ്മിൽ, ഇപ്പോൾ ഞാൻ വേർട്ടീസസിന് നമ്മൾ ABC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇതിലെ എല്ലാ വേർട്ടീസസ് തമ്മിൽ എന്താണ് കണക്ഷൻ ഉണ്ട്. അത് A എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. A എന്ന് പറഞ്ഞാൽ Bനോട് കണക്റ്റഡ് ആണ്, സിനോട് കണക്റ്റഡ് ആണ്. സോ A കണക്റ്റഡ് ആണ്. B എന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്, C എന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ വേറൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതും എന്താണ്, ഇതും കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരു നോഡ് അല്ലെങ്കിൽ ഒരു വേർട്ടീസ് എന്ന് പറയുന്നത് എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു കണക്ഷനെങ്കിലും ആ ഗ്രാഫിൽ ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അറ്റ്ലീസ്റ്റ് വൺ നോഡ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനെ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്നാ പറയാം. മനസ്സിലായോ? ഇപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ കണക്ഷനെങ്കിലും അതിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കണക്റ്റഡ് ഗ്രാഫാണ്. ഇപ്പോൾ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. എന്താ ഈ V1, ഇപ്പം നമുക്ക് ഞാൻ AB, ഓക്കെ, ദെൻ CD, ഇതെന്താണ് അല്ല കണക്റ്റഡ് അല്ല. സോ എയും ബിയും കണക്റ്റഡ് ആണ്, സിയും ഡിയും കണക്റ്റഡ് ആണ്. പക്ഷേ ഈ നോഡ് ഒരു കണക്ഷൻ പോലും എന്തില്ല, ഈ B ആയിട്ടോ A ആയിട്ടോ ഇല്ല. അതേപോലെ D എന്ന് പറയുന്നതും A ആയിട്ടോ B ആയിട്ടോ കണക്ഷൻ ഇല്ല അല്ലേ. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അറ്റ്ലീസ്റ്റ് ഒരു നോഡെങ്കിലും ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി വേറെ ഉണ്ട് നമുക്ക് വെയ്റ്റഡ് ഗ്രാഫും അൺവെയ്റ്റഡ് ഗ്രാഫും. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വെയ്റ്റഡ് ഗ്രാഫ് അപ്പോൾ ഇതുവരെയുള്ള ഓക്കെ എന്ന് വിചാരിക്കുന്നു. നൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഉണ്ടാവാത്താണ് നൾ ഗ്രാഫ്. അത് തന്നെ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ വേർട്ടിക്സ് ഉള്ളതാണ്. ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉള്ളതാണ് എഡ്ജിന്. ആൻഡ് അൺഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ലാത്തത് അല്ലേ. ഇതും എന്താണ് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ് അല്ലേ. ട്രീം ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫ് വിത്തൗട്ട് സൈക്കിളാണ് ട്രീ എന്ന് പറഞ്ഞത് അല്ലേ. ഇനി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീക്ക് എന്തായാലും എന്തുണ്ടാകാൻ പാടില്ല, സൈക്കിൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോഡ്സും കണക്ഷൻ ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് വൺ കണക്ഷനെങ്കിലും ഉണ്ടായിരിക്കണം. ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ നോഡ് ഈസ് നോട്ട് റീച്ച്ഡ് അല്ലേ. ഏതെങ്കിലും ഇപ്പോൾ സി എന്ന് പറഞ്ഞ നോഡിൽ എന്ന് സിയിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല, ബി എന്ന് സിയിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കണക്റ്റഡ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ എഡ്ജിന് നമ്മൾ സം വെയ്റ്റ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യും. നമ്മളിപ്പം ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞ വേർട്ടക്സിൽ നിന്ന് ബി എന്ന് പറഞ്ഞ വേർട്ടക്സിലേക്ക് എഡ്ജ് അല്ലേ, നമുക്കൊരു എഡ്ജ് ഉണ്ട്, അതിന് 5 ആണ് അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ കോസ്റ്റ്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞ കോസ്റ്റാണ്. മിനിമം കോസ്റ്റ്, മിനിമം സ്പാനിങ് ട്രീ വരയ്ക്കാൻ പറയും, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. ഓക്കെ, അതൊക്കെ വരാൻ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഗ്രാഫിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സം വാല്യൂ അതിന് അസോസിയേറ്റഡ് വിത്ത് എവറി എഡ്ജ്, അതിനെയാണ് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ വരച്ചതെല്ലാം എന്താണ്, അൺവെയ്റ്റഡ് ഗ്രാഫാണ് അല്ലേ. എഡ്ജിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, ഒരു വാല്യൂയും കൊടുത്തിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ്. ഓക്കെ, ഇവിടെ തന്നെ കൊള്ളിക്കാൻ നോക്കുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ് ഗ്രാഫ്. എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗ്രാഫ് തിയറി ഒക്കെ പഠിച്ച സമയത്ത് ഉണ്ടാവും, കംപ്ലീറ്റ് ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവണം അല്ലേ. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ നോഡ്സും കണക്റ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ആ നോഡ് എന്തായിരിക്കണം,
വേറൊരു നോഡ് എല്ലാ നോഡ്സുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 വേർട്ടെക്സ് ഉള്ള 4 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു. സോ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. എന്താണ്, എന്ന് ബിയിലേക്ക് കണക്ഷൻ ഉണ്ട്, എന്ന് സിയിലേക്ക് കണക്ഷൻ ഉണ്ട്. ബട്ട് എന്ന് എന്തിലേക്കില്ല, ഡിയിലേക്ക് കണക്ഷൻ ഇല്ല. സോ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതെന്തായി, അപ്പം ഇത് ഇനി ബി നോക്കാം. ബിന്ന് ഡിയിലേക്ക് ഉണ്ട്, ബിന്ന് എയിലേക്ക് ഉണ്ട്, ദെൻ ബിന്ന് എന്തിലേക്ക് വേണം, സിയു ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ല, എല്ലാ നോഡും എന്തായിരിക്കണം, പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പം നമ്മളൊരു 3 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ് അല്ലേ. ഓക്കെ, ഇത് നമ്മൾ ഒരു 5 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ എല്ലാ നോഡിന്നും എന്ത് വേണം, കണക്റ്റഡ് ആയിരിക്കണം. ഇത് സൈക്കിളൊക്കെ ഉണ്ടാവാം. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതും കണക്ഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ ഇതും കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുക, കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ എവരി നോഡ് എന്തായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അതാണ് കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, ഇത് നമ്മൾ ഇതിൽ വേറൊരു ടെർമിനോളജി എന്ന് പറഞ്ഞാൽ സൈക്കിൾ എന്താണ്. ഞാനിപ്പോൾ ഇവിടെ വരച്ചപ്പോഴാണ് സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നോഡിൽ നിന്ന് അതേ നോഡിലേക്ക് തന്നെ നമുക്ക് എന്താ പറയുക, ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആണെങ്കിൽ അതേ നോഡിലേക്ക് തന്നെ നമുക്ക് പാത്ത് ഉണ്ടെങ്കിൽ അതേ നോഡിലേക്ക് അപ്പോൾ പാത്ത് എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് അതേ നോഡിലേക്ക് തന്നെ നമുക്ക് എന്താ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം നോഡാണെങ്കിൽ അങ്ങനെ വേണേൽ പറയാം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം നോഡാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറയാം. സോ നമ്മൾ എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു, എ ടു ബി വിസിറ്റ് ചെയ്തു, ബി ടു സി വിസിറ്റ് ചെയ്തു, സി ടു എ. സോ ഇവിടെ എന്തുണ്ട്, സൈക്കിൾ ഉണ്ട്. ഇതിപ്പോൾ കണക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേർട്ടീസിൽ നിന്ന് സി എന്ന് പറയുന്ന വേർട്ടീസസിലേക്കുള്ള ആ ഒരു കണക്ഷനെയാണ് പാത്ത് എന്ന് പറയുന്നത്. എ ടു സി അതൊരു പാത്താണ്, എ ടു ബി നദർ പാത്താണ്, ബി ടു സി നദർ പാത്താണ്. പക്ഷേ എ ടു സി പാത്തുള്ള എങ്ങനെയാണ്, ഡയറക്റ്റ് പാത്തില്ല. ഫ്രം എ ടു ബി ദെൻ ബി ടു സി ആണ് അതിനുള്ള പാത്ത്. ഇതിലെന്തില്ല, സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇതിനെയാണ് പിന്നെ ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാവും അല്ലേ, ഈ ബിയിലേക്ക് തന്നെ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ഉണ്ടാവാം. അതിനെ നമ്മൾ സെൽഫ് ലൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ടൈപ്സ് ഓഫ് ഗ്രാഫ് ആയിരുന്നു. നൾ ഗ്രാഫ്, എഡ്ജസ് ഇല്ലാത്തതാണ്. ട്രിവിയൽ ഗ്രാഫ്, ഓൺലി 1 വെർട്ടെക്സ്. ഡയറക്ഷൻ ഉള്ളത് ഡയറക്റ്റഡ് ഗ്രാഫ്, ഡയറക്ഷൻ ഇല്ലാത്തത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. ദെൻ കണക്ഷൻ ഉള്ളത് കണക്റ്റഡ് ഗ്രാഫ്. ഇനി എന്താണ്, ഇതും കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 നോഡ് എന്തായിരിക്കണം, ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെന്താണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു നോഡ് വരച്ചു, എന്താണ്, അറ്റ്ലീസ്റ്റ് 1 നോഡ് കണക്ഷൻ ഇല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആണ്. ഓക്കെ, വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഡ്ജസിന് സം വാല്യൂസ് ഉള്ളതാണ്. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എവരി നോഡ് എന്താണ്, കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഗ്രാഫാണ്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും സെയിം അല്ലേ, സ്റ്റാർട്ട് നോഡും അല്ലേ, സ്റ്റാർട്ട് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും സെയിം ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സൈക്കിൾ. ഓക്കെ, ദെൻ നമ്മളെന്ത് പറഞ്ഞു, പാത്ത് പറഞ്ഞു അല്ലേ. പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എ ടു ബി ആ കണക്ഷനെയാണ് നമ്മൾ, അഡ്ജസ്റ്റിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രീ ആൻഡ് ഗ്രാഫും നമ്മൾ ഡിഫറൻസ് എന്താണ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ട്രീയും ഗ്രാഫും നമ്മൾ ഡിഫറൻസ് എന്താണ്, എ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിളാണ് ട്രീ എന്ന് പറയുന്നത് അല്ലേ. ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഉണ്ടാവാം, പക്ഷേ ട്രീനകത്ത് ഒരിക്കലും സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ട്രീൻ്റെ അകത്ത് ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ട്രീനകത്ത് സൈക്കിൾ ഉണ്ടാവരുത്, ഷുഡ് ബി അല്ലേ, ഷുഡ് നോട്ട് ബി സൈക്കിൾ ആണ് ട്രീ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫിന് അഡ്ജസൻസി മെട്രിക്സ് ആയിട്ടും അഡ്ജസൻസി ലിസ്റ്റായിട്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്.
അഡ്ജസൻസി ലിസ്റ്റ് ആൻഡ് മെട്രിക്സ് ആ റെപ്രസെൻറ്റേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് നമ്മുടെ UGC നെറ്റിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഗ്രാഫിൻ്റെ ട്രാവേഴ്സൽ നമ്മൾ പറയുന്നുണ്ട്, ഓപ്പറേഷനിൽ ട്രാവേഴ്സൽ പറയുന്നുണ്ട്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, BFS ആൻഡ് DFS ഇതും ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് അപ്ലിക്കേഷൻസ് പറയും, നമ്മുടെ ഗ്രാഫിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറഞ്ഞു. അപ്പോൾ അതേപോലെ നമുക്ക് മിനിമം സ്പാനിങ് ട്രീ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക, ഒരു ഇത് തന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്